അല്ല, ശങ്കരൻ വാസ്തവത്തിൽ കേരളത്തിലുള്ള ആളാണോ എന്ന് വലിയ സംശയം ആലോചിക്കേണ്ട കാര്യമാണ്. അതിനേക്കാളും മുമ്പ് ഒരു വലിയ മീമാംസകൻ പ്രഭാകരൻ എന്ന് പറഞ്ഞ ആളാണ് പറയുന്നത്. അദ്ദേഹം 7-ാം നൂറ്റാണ്ടിൽ ആണെന്ന് പറയുന്നത്. ഈ പ്രഭാകരനായാലും ശങ്കരനായാലും കേരളത്തിലുള്ള സാന്നിധ്യം തീർച്ച പറയാൻ സാധിക്കില്ല. കാരണം കേരളമായിട്ട് കാലടിയായിട്ട് ബന്ധപ്പെട്ട് കഥകളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പം കെടാതെ കത്തിച്ചു വെച്ചിരിക്കുന്ന ഒരു വിളക്ക് കാലടി അല്ല, വേറൊരു സ്ഥലത്താണ്. അമ്മയുടെ തറവാടെന്നാണ് പറയുന്നത്. അപ്പോൾ ഏതായാലും ജനിച്ച സ്ഥലം ആണല്ലോ അദ്ദേഹത്തിൻ്റെ സ്ഥലമായിട്ട് പറയേണ്ടത്. ഇതൊക്കെ ആണെങ്കിൽ എവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയിൽ എവിടെയെങ്കിലും കേരളം വരുന്നത്? അതൊരു വിഷയമാണല്ലോ. കേരളത്തിൽ നിന്നാണ് അദ്ദേഹം എഴുതുന്നതെങ്കിൽ അദ്ദേഹത്തിന് കേരളത്തിൻ്റെ ഒരു സ്വാധീനം എവിടെയെങ്കിലും കാണണം. കേരളത്തിൻ്റെ സ്വാധീനം കാണിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെതാണെന്ന് പറഞ്ഞുണ്ടാക്കിയിട്ടുള്ള കൃതികൾ, ഒന്ന് ആദ്യത്തേത് സുന്ദരലഹരി, സൗന്ദര്യലഹരി എന്നുള്ളത് ചില ആളുകൾ പറയും. സുന്ദരലഹരി ആണ്. അത് ഒരു ശൈവകൃതിയാണ്. ഒരു കാരണവശാലും ശങ്കരാചാര്യർ അത് എഴുതിയിരിക്കാൻ സാധ്യതയില്ല. കാരണം ശങ്കരൻ്റെ ചിന്ത അതല്ലല്ലോ. ഈ ഉപനിഷത്തുകളിൽ തന്നെ ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഒരു ഉപനിഷത്താണ് ഈശാവാസ്യം. ഈശാവാസ്യത്തിൻ്റെ വ്യാഖ്യാനം ആണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതി. ഇത് വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ സോഴ്സ് ഏതാണ്? അദ്ദേഹത്തിന് എവിടെ നിന്നാണ് അത് കിട്ടിയിട്ടുണ്ടാവുക? ആ അറിവ് ഈ കേരളത്തിൽ എവിടെയും വന്നില്ല. അങ്ങനെ പറയുന്ന ആളില്ല. ഒരു വലിയ പണ്ഡിതൻ ഉണ്ടായിരുന്നെങ്കിൽ അത് പിന്നെ ഈ പ്രഭാകരനാണ്. പ്രഭാകരൻ്റെ താല്പര്യം ഇതിലല്ല. പ്രഭാകരൻ്റെ താല്പര്യം മീമാംസയിൽ ആണ്. മീമാംസ എങ്ങനെ ഒരു ചിന്തയാവുന്നു, അത് പൂർവ മീമാംസയിൽപ്പെടുന്നൊരു ചിന്തയാണ്. ഉത്തരമീമാംസയാണ് ഈ പറയുന്ന ഉപനിഷത്തുകളും ഇതൊക്കെ. ശങ്കരൻ അതിനെ സ്വീകരിക്കാതിരുന്നത് കൊണ്ട് ശങ്കരനെ ഇവിടെയുള്ള നമ്പൂതിരിമാരാരും അംഗീകരിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. അതിനും കൃത്യമായിട്ട് യാതൊരു തെളിവില്ല, കഥയല്ലാതെ. 8-ാം നൂറ്റാണ്ട് എന്നൊക്കെ പറയുന്നത് 8-ാം നൂറ്റാണ്ടല്ല, ശരിക്ക് ശങ്കരൻ്റെ കാലം 9-ാം നൂറ്റാണ്ടായി ഇപ്പോൾ പറയുന്നതനുസരിച്ചിട്ടാണ്. 9-ാം നൂറ്റാണ്ടെന്ന് പറയുന്നത് കേരളം ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ബ്രാഹ്മണ ഗ്രാമങ്ങൾ പ്രബലമായി നിൽക്കുന്ന അവസ്ഥയാണ്. അവിടെ ഏതെങ്കിലും ഒരു ബ്രാഹ്മണനിൽ നിന്ന് തന്നെ, നമ്പൂതിരിയിൽ നിന്ന് തന്നെ എതിർ ശബ്ദം വന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. മാത്രമല്ല അയാൾക്കെതിരെ നടത്തിയിട്ടുള്ള ഒരു ശിക്ഷാ നടപടി, അതായത് എക്സ്കമ്മ്യൂണിക്കേഷൻ, അയാളെ ഔട്ട്കാസ്റ്റാക്കി മാറ്റുക. ഔട്ട്കാസ്റ്റാക്കി മാറ്റുന്ന സമയത്ത് അയാളിൽ പഞ്ചമഹാപാതകങ്ങൾ ആരോപിക്കും. പഞ്ചമഹാപാതകങ്ങൾ കേട്ടാൽ തന്നെ ഭയങ്കര അത്ഭുതം തോന്നുന്ന രീതിയാണ്. ആദ്യത്തേത് അമ്മയെ വേളി കഴിച്ചവൻ, അമ്മയെ വിവാഹം ചെയ്തിട്ട് ഉള്ള ആൾ. അതുപോലെ പിന്നെ തുടർന്ന് വരുന്ന 5 മഹാപാതകങ്ങൾ. ഈ പാതകങ്ങൾ അയാളിൽ ആരോപിച്ച് അയാൾ ബ്രാഹ്മണനല്ല എന്ന് പറഞ്ഞ് പുറത്താക്കും. ഈ ശങ്കരാചാര്യരോട് പ്രതിപത്തി ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു കഥയുണ്ടെന്നല്ലാതെ അതുകൊണ്ടാണ് അയാൾക്ക് കേരളം വിട്ടുപോകേണ്ടി വന്നത്. കേരളം വിട്ടുപോകേണ്ടി വന്നത് കേരളത്തിലാണെങ്കിൽ തന്നെ അതുകൊണ്ടല്ല. ശങ്കരൻ അന്വേഷിച്ച് പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഈശാവാസ്യ വ്യാഖ്യാനത്തെ വെല്ലുന്ന ആളുകളെ അന്വേഷിച്ചാണ് അദ്ദേഹം പോകുന്നത്. അദ്ദേഹത്തിന് വേണ്ടത് അദ്ദേഹത്തിൻ്റെ തർക്കം സ്വീകരിച്ച് ഇങ്ങോട്ട് തർക്കിക്കാനുള്ള ആളുകളാണ്. ഇപ്പോൾ ഞാൻ പറയുന്നത് അന്നത്തെ ഈഗോ അല്ല, അന്നത്തെ ഞാൻ ഈ മനസ്സിലാക്കിയിരിക്കുന്നത് ശരിയാണോ എന്ന് പരിശോധിക്കാനുള്ള ഒരു
അവ്യഗ്രതയാണ്. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം തർക്കമുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നത്. മണ്ഡൻ മിശ്രയുടെ അടുത്ത് ചെന്നിട്ട് അദ്ദേഹം വലിയ തർക്കത്തിൽ ഏർപ്പെടുന്നു. എല്ലാ സ്ഥലത്തും ഓരോ മഠങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അത് എന്താ കേരളത്തിലൊരു മഠമില്ലാത്തത്? ശങ്കരൻ പോയി എന്ന് പറയുന്ന സ്ഥലത്ത് ശങ്കരൻ ആദ്യം സ്ഥാപിക്കുന്ന മഠം മൈസൂരാണ്, കർണാടകയിലാണ്. അവിടുത്തെ അങ്ങോട്ടാണ് ശങ്കരൻ മഠങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഈ മഠങ്ങളൊക്കെ സ്ഥാപിച്ച ശങ്കരന് കേരളത്തിലൊരു മഠം സ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് കേരളത്തിൽ ഒരു വേരുമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഉറക്കെ പറഞ്ഞോടെങ്കിൽ എൻ്റെ ബലമായ വിശ്വാസം ശങ്കരന് പറഞ്ഞു കേൾക്കുന്ന കഥയിൽ കൂടി അല്ലാതെ കേരളമായിട്ട് ബന്ധമില്ല എന്നാണ്. കേരളം അദ്ദേഹത്തിൻ്റെ പേരിൽ ചാർത്തി കൊടുത്തിട്ടുള്ള പുസ്തകങ്ങളൊന്നും അയാൾ എഴുതിയില്ല. മഹാഭാഷ്യം ഒഴിച്ച് മറ്റൊന്നും ശങ്കരൻ്റെ കൃതിയല്ല. ഒന്ന് അദ്ദേഹമാണ് ഈ തീണ്ടാപ്പാട് അകലം അത് എങ്ങനെയാണെന്ന് വ്യവസ്ഥ ചെയ്തത് എന്ന് പറയുന്നതാണ് ഒരു കൃതി. പിന്നെ വേറൊരു കൃതി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സൗന്ദര്യലഹരി എന്നുള്ള പേരിൽ അദ്ദേഹത്തിൻ്റെ സുന്ദരലഹരി. അതുപോലെ ബുദ്ധമതത്തിന് എതിരായിട്ടുള്ള അദ്ദേഹം സൃഷ്ടിച്ചിട്ടുള്ള കോലാഹലങ്ങളാണ് കൊടുങ്ങല്ലൂരിലെ ഈ അശ്ലീലം പാട്ടുകൾ. ഇതൊക്കെ ശങ്കരൻ്റെ വിദ്യകളാണെന്നാണ് പറയുന്നത്. ശങ്കരൻ മിക്കവാറും ഒരു എംബ്രാന്തിരി ആവാനാണ് സാധ്യത. കർണാടകയിൽ ആയിരിക്കും. ശങ്കരൻ്റെ ആദ്യത്തെ മഠം അവിടെയാണ്. അവിടെ ആവുള്ളൂ ശങ്കരൻ. അവിടെയും ചില സ്ഥലങ്ങളുണ്ട് ഇതുപോലെ കാലടിയൊക്കെ. എങ്ങനെയാണ് കാലടി പ്രസിദ്ധമായതെന്നും ഇവിടെ ഈ കഥ വന്നതെന്നും എനിക്കറിഞ്ഞൂടാ. പക്ഷേ ശങ്കരൻ്റെ കൃതികളിൽ ഒന്നും കേരളം നിഴലിക്കുന്നേ ഇല്ല. അതേസമയം കേരളം ഒഴിച്ചുള്ള പ്രദേശങ്ങൾ ഒക്കെ അതിനകത്ത് വരികയും ചെയ്യും. അതെ, അംഗീകരിക്കാത്തതിൽ രണ്ട് സംഗതിയിൽ ശക്തി വരാം. ഒന്ന്, ശങ്കരൻ ഇവിടെയുള്ള കേരളത്തിലെ സ്ഥിതിഗതികളെ വളരെ കാർക്കശ്യത്തോടു കൂടിയിട്ട് എതിർപ്പ് പ്രകടിപ്പിച്ചതിൻ്റെ എന്തെങ്കിലും സംഗതികൾ അദ്ദേഹത്തിൻ്റെ കൃതിയിൽ വരും. അതോ ശങ്കരനിൽ നിന്ന് ഇങ്ങോട്ടുള്ള ശങ്കരന് അങ്ങോട്ടുള്ള വെറുപ്പും വിദ്വേഷവും ഒക്കെ ഇവിടെയുള്ള ബ്രാഹ്മണർ ആരെങ്കിലും പ്രകടിപ്പിച്ചതിൻ്റെ തെളിവ് വേണം. ഇത് രണ്ടുമില്ല. അതേസമയം ഇതിൻ്റെയൊക്കെ റൂട്ടുകൾ നമുക്ക് ഈ ശങ്കരൻ പുറത്തേക്ക് കടന്നാൽ അതുണ്ട് താൻ. അദ്വൈത പാരമ്പര്യം ഇപ്പോൾ ഈ മധ്വ ബ്രാഹ്മണന്മാരുടെ ഒരു ട്രഡീഷൻ, അത് വളരെ ശക്തമായിട്ടുള്ള സ്ഥലമാണ്. മംഗലാപുരം മുതൽക്ക് അങ്ങോട്ട് കർണാടകയിൽ ഒക്കെ മധ്വ ബ്രാഹ്മണരുടെ വളരെ ശക്തമായിട്ടുള്ള സംഗതികളുണ്ട്. അവർക്ക് ഈ ശാങ്കര ചിന്ത എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ശങ്കരൻ പോയ സ്ഥലങ്ങളിലൊക്കെ തന്നെ ശങ്കരന് വലിയൊരു സംഘത്തെ അതിൽ ചേർക്കാൻ പറ്റിയിട്ടുണ്ട്. ശങ്കരൻ്റെ തന്നെ ഗുരുവാണെന്ന് പറയുന്നതോ ശങ്കരൻ്റെ നേരിട്ടുള്ള ശിഷ്യൻ ആണെന്ന് പറയാനോ ആ കാലഘട്ടത്തിലേതായ ഒരാളെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അത് ഇപ്പോൾ അദ്വൈത സമീപനം കേട്ടറിഞ്ഞിട്ടുള്ള തമിഴന്മാർ നിന്ന് അയ്യ വൈകുണ്ഠസ്വാമിയൊക്കെ അക്കാലത്തെ കേരളത്തിൻ്റെ അതിർത്തിയിലായിരുന്നെങ്കിലും തമിഴാണ് അദ്ദേഹത്തിൻ്റെ ട്രഡീഷൻ. അപ്പോൾ കർണാടകത്തിൽ തമിഴ്നാട്ടിലും ആണ് ഇതിൻ്റെയൊക്കെ സംഗതി കാണുന്നത്. അപ്പോൾ ആ തമിഴ്നാട്ടിലെ അയ്യങ്കാരുമാരുടെ ഇടയിലാണ് ഏറ്റവും വലിയ ഉപനിഷത്തുകൾ ഉള്ളത്. ഏത് നമ്പൂതിരിയെയാണ് നമുക്ക് ഈ രീതിയിൽ കാണാൻ സാധിക്കുക? ഇപ്പോൾ ഏറ്റവും പഴയ 2 ഗുരുകുലങ്ങൾ ഉണ്ടായിരുന്നത്, ഒന്ന് കൂടല്ലൂർ ഗുരുകുലം ആണ്, പിന്നൊരു ഗുരുകുലം പയ്യൂർ ഗുരുകുലം. ഇവിടെയാണ് വലിയ പണ്ഡിതരൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഈ പണ്ഡിതരിൽ
18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽക്കാണ് എന്തെങ്കിലും രീതിയിലൊരു തർക്കം എന്ന് പറയുന്ന ശാഖയ്ക്ക് പ്രാധാന്യം വരുന്നത്. അദ്വൈതം എന്ന് പറയുന്ന കൃത്യമായിട്ട് കാര്യങ്ങൾക്കൊരു സംഭവം വരുന്നത് അങ്ങനെയാണ്. ഇപ്പം ചട്ടമ്പി സ്വാമികൾ വളരെ കഷ്ടപ്പെട്ട് തമിഴ്നാട്ടിൽ പോയിട്ട് അദ്വൈതം പഠിച്ചു. അവിടെയുള്ള ഒരു ഗുരുവിൻ്റെ കൃതി മലയാളത്തിൽ ആളുകൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ പരിഭാഷപ്പെടുത്തി എന്നൊക്കെ പറയുന്നു. എന്നിട്ട് പിന്നെ ഈ ചട്ടമ്പി സ്വാമികൾക്ക് എന്തുണ്ടായി, എന്താ അദ്ദേഹം ചെയ്തത്? സന്യാസിയായി പോവാണ് ഇവരെല്ലാം. അല്ലാതെ പരസ്യമായിട്ടുള്ള രീതിയിൽ തർക്കത്തിനും ഒക്കെ വരികയും അങ്ങനെയോ ഒരു ശിഷ്യരെ ഉണ്ടാക്കിയൊന്നുമല്ല. അയാൾ നായരായിട്ട് അബ്സോർബ് ചെയ്യപ്പെട്ടു. നായരുടെ ഇടയിൽ ഒരു സന്യാസി, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ കേരളത്തിൽ അങ്ങനെ അബ്സോർബഡായി പോകുകയെന്നല്ലാതെ കേരളത്തിലൊരു ദൈക്ഷണിക സംഘത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതിൻ്റെ പ്രധാന കാരണം അതിൻ്റെയൊക്കെ ദൈക്ഷണികമായിട്ടുള്ള അടിത്തറ ശങ്കരന് ഇവിടെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അവിടുന്ന് ഇങ്ങോട്ട് വരിക ചെയ്യുന്നത്. കർണാടകയിൽ നിന്ന് പിന്നെ രാമാനുജനും കൂട്ടരൊക്കെ തമിഴ്നാട്ടിലേക്ക് പോകുന്നു. കർണാടകയിൽ നിന്ന് തന്നെ ഈ മംഗലാപുരത്തേക്കും അതുപോലെ കേരളത്തിൻ്റെ മറ്റേ അറ്റം കന്യാകുമാരി ഭാഗത്തേക്കും പോകുന്നു. കേരളത്തിൽ നിന്ന് ആരാ അങ്ങോട്ട് പോയിട്ടുള്ളത്? ശങ്കരൻ പോയിട്ടുണ്ടെന്ന് നമ്മൾ പറയാമെന്നല്ലാതെ തെളിവില്ല.